ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. ഡിസ്കസിങ് പോർണോഗ്രാഫി വിത്ത് യുവർ ചിൽഡ്രൻ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് യുവർ ചൈൽഡ് ഓൺലൈൻ, അത് റിലേറ്റഡ് ആണ്. ചോദിച്ച ചോദ്യം ഇതെങ്ങനെയാണ് ഇപ്പോൾ കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ ഇങ്ങനെ ഈ ഓൺലൈൻ ത്രൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ വീഡിയോസ്, പോൺ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പ്രായത്തിൽ ഇവരെങ്ങനെ ഇതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും? കാരണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പം അതാണ് ചോദിക്കുന്നത്. രശ്മി, തീർച്ചയായിട്ടും വളരെ ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. പോണോഗ്രാഫി മാത്രമല്ല, ഈ ഡിജിറ്റൽ മീഡിയൻ്റെ കുറേ നെഗറ്റീവ്സിൽ പെട്ടതൊന്നാണ്. എസ്പെഷ്യലി കോവിഡ് സമയത്താണ് നമ്മൾ ഈ ഓൺലൈൻ ഇത്ര സങ്കീർണമായത്. ഓൺലൈൻ ഉപയോഗം ശരിയാണെന്ന് എനിക്കറിയില്ല, അല്ലേ? കാരണം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ നിർബന്ധിതമായിട്ട് പറയേണ്ടി വന്നു. ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഒരു 2 കൊല്ലക്കാലം ഭയങ്കരമായിട്ട് 2 കൊല്ലക്കാലം അവരെ ഈ അക്കാഡമിക് ഇയർ തന്നെ ബ്ലാങ്കാണ് പലർക്കും. അപ്പോൾ ആ ഇയറിൽ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഓൺലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ പല വീടുകളിലും നമുക്ക് ഈ എന്താ പറയുക, സാധാരണത്തെ ഫോണുകൾ, ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കേണ്ട നിർബന്ധാവസ്ഥ വന്നു. കാരണം മറ്റേതൊന്നും ഇല്ലാത്തതിൽ പറ്റത്തില്ല. അപ്പോൾ എല്ലാത്തൊരു ടാബ് വാങ്ങുകയും ലാപ്ടോപ്പ് വാങ്ങുകയും, ഏത് പാവപ്പെട്ട ഫാമിലിയിലാണെങ്കിൽ പോലും യൂസ്ഡ് സാധനങ്ങൾ വരെ വാങ്ങിക്കൽ തുടങ്ങി. കാരണം തൽക്കാലം പർപ്പസ് നടക്കണം എന്നുള്ളതുകൊണ്ട് കൊച്ചുങ്ങൾ. അപ്പോൾ കൊച്ചുങ്ങൾക്ക് തന്നെ ഇപ്പം നമ്മൾ മുന്നേ കാലത്തെ പോലെയല്ല. ഇപ്പം നമ്മൾ ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് എന്താണ് വാട്ട് ഈസ് കീബോർഡ്, വാട്ട് ഈസ് മൗസ്, വാട്ട് ഈസ് മോണിറ്റർ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാനൊക്കെ ചൈൽഡ്ഹുഡ് ആയ സമയത്ത് നമ്മൾ 4ാം ക്ലാസ്സിനാണ് ഇംഗ്ലീഷ് തന്നെ പഠിക്കുന്നത്. ABCD പഠിക്കുന്നത് 4ാം ക്ലാസ്സിനാണ്. പിന്നീട് അതിന് ശേഷമാണ് ഇപ്പോൾ അടുത്ത കാലത്തിൽ 10ാം ക്ലാസ്സൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ എന്താണ് കീബോർഡ് മൗസ് തന്നെ അറിയുന്നത്. അങ്ങനത്തെ കാരണം ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടല്ലോ സ്കൂളിലൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാ ABCDകളും അവർ പഠിച്ചു വരുന്നതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയുള്ള നോളജ്, ബേസിക് നോളജുകളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്ര ഇൻസ്ട്രുമെൻ്റ് കൂടി കിട്ടുമ്പോൾ അതിന് വളരെ ഒരു എളുപ്പമാർഗ്ഗമായി. പിന്നെ ആ പ്രായത്തിൻ്റെതായ ഒരു ഇതുണ്ടാവും. എന്ത് കാണുമ്പോൾ ഒരു കൗതുകത്തോട് നോക്കുകയും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു നമ്മളെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണോഗ്രാഫിനെ പറ്റി പറയുമ്പോഴൊക്കെ അതൊരു സെക്ഷൽ ഒരു ഇതാണല്ലോ. ആ വീഡിയോയിലൊക്കെ ഒരു അട്രാക്ഷൻ വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്യൂബർട്ടി എത്തിയിരിക്കണം ശരിക്കും. അതിന് മുമ്പ് നമുക്കൊരു എട്ടും പൊട്ടും അറിയില്ല ശരിക്കും എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നാൽ പോലും അറിയില്ല. എന്നിരുന്നാലും ഈ കുട്ടികൾ കാണുന്നു. എങ്ങനെ കാണുന്നു? ഒരു ഡിപ്പെൻഡൻസി മാതിരി അതിൽ കാണുകയും, അല്ലാതെ അതിൽ വേറൊരു സംതൃപ്തിയൊന്നും അവർക്ക് എന്തായാലും കിട്ടുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഏജിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി അറിയുമ്പോൾ, ഈ ഡിജിറ്റൽ നമ്മളെ സാധനങ്ങൾ നമ്മുടെ അടുത്ത്, ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ അവർ ചുമ്മാ ഒരു തമാശ എന്നോണം അത് കണ്ട് ഡിപ്പെൻഡൻ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യണം. ഈ കാര്യം പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ എൻ്റെ മൈൻഡിൽ ഓർമ്മ വരികയാണ്. എൻ്റെ അടുത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു പേഷ്യൻറ്റ്, ഒരു യങ് കപ്പിളാണ്. അവർ വരുന്നു. അവർ പ്രശ്നം പറയുന്നത് അവരെ കൊച്ചിന് ഒരു 8 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചാണ്. ആ കൊച്ച് ഒരു ആൺകൊച്ച്. ആ കുട്ടി എല്ലാ കല്യാണ വീടുകളിലൊക്കെ പോവുക, അല്ലെങ്കിൽ നമ്മളെ കുടുംബ വീടുകളിലൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ പോകുന്ന എന്തെങ്കിലും നമ്മളെ ഗ്യാതറിംഗ് ഒക്കെ കൂടുന്ന കുടുംബത്തിലൊക്കെ പല ഗ്യാതറിംഗ് ഉണ്ടാവും. ഗ്യാതറിങ്ങിലൊക്കെ പോകുമ്പോൾ ആ കൊച്ച് ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഫീമെയിൽ കൊച്ചുങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ജെനിറ്റൽ പാർട്ടിലൊക്കെ തൊടുക, ടച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ഹാബിറ്റ് ഇവർ നോട്ടീസ് ചെയ്തു രക്ഷിതാക്കൾ. നിങ്ങൾ വളരെയധികം ഹെഡ്ലൈൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 8 വയസ്സാണ് പ്രായം എന്ന് ആലോചിക്കണം. അപ്പോൾ ആ സമയത്ത് ഈ കൊച്ചിന് എന്ത് വിവരങ്ങളാണുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ വേറൊന്നും കാണിക്കൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇത് ഇവർ നോട്ടീസ് ചെയ്തു. ആരാ നോട്ടീസ് ചെയ്യുന്നത്? സ്വന്തം പാരൻസ് തന്നെ. അങ്ങനെ പാരൻസ് നോട്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടൊരു അസ്വസ്ഥ്യം അവർക്ക് തോന്നിയുകൊണ്ട് ആയിരിക്കുമല്ലോ ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മളും ചോദിച്ചപ്പോഴും ഈ കുട്ടി പെട്ടെന്നൊന്നും കാര്യങ്ങൾ പറയില്ല. പിന്നെ കുട്ടികളായിട്ട് റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മളെ കൗൺസിലേഴ്സിനൊക്കെ ടൈം എടുത്തതിന് ശേഷം അവരായിട്ട് സംസാരിച്ചപ്പോഴാണ്, റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് ചില കാര്യങ്ങൾ അവരുടെ അടുത്ത്, ആ കൊച്ചിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തത്. അപ്പോൾ എന്താണ് കാര്യം എന്നറിയോ? അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ ആ രക്ഷിതാക്കൾ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെയാണ് ഈ കൊച്ച് കിടക്കുന്നത്. അപ്പോൾ ആ കൊച്ച് കിടക്കുമ്പോൾ ഇവർ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഈ കുട്ടി സ്ഥിരമായിട്ട് ഒബ്സേർവ് ചെയ്യുന്നുണ്ട്. ആ ഒബ്സേർവ് ചെയ്യുന്നതിന് എന്താണ് കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ലെങ്കിലും അതൊരു പ്രാക്ടിക്കൽ ഇതിലേക്ക് ആക്കിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി അന്ന് മുതൽ ഒരു അതിൻ്റെ ലെവലിൽ, അതിൻ്റെ നോളജ് അനുസരിച്ചുള്ള ചില പരീക്ഷണങ്ങൾ ഇതൊക്കെ നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നോക്കണം.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ അതിനുകൊണ്ടാണ് പറയുന്നത് എല്ലാ റിലീജിയനിലടക്കം വ്യക്തതയോട് പറഞ്ഞിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ മാറ്റിക്കിടത്തണം. ഞാൻ അതിന് ശേഷമായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോടും എൻ്റെ ഫാദറിനോട് സൈക്കോളജിസ്റ്റൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിനോടൊക്കെ ചോദിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോഴൊക്കെ പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ റിലീജിയനിലും ഇതിൻ്റെയൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അന്ന് നമ്മൾ അത്ര ഡെപ്തിൽ മനസ്സിലാക്കിയില്ല, പിന്നീട് മനസ്സിലാക്കുന്നത്. ഒരു പ്രായത്തിൽ എത്തുമ്പോൾ കുട്ടികളെ മാറ്റിക്കിടത്തണം. ഇതിപ്പോ ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ അത്ര സാറ് പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ ഇത്ര സജീവമൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അപ്പം ഗൂഗിൾ എടുത്ത് തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് അതിനുള്ള ആൻസർ കിട്ടും. തീർച്ചയായിട്ടും അതാണ് ഇപ്പം സാറ് പറഞ്ഞ മാതിരി. അപ്പൊ അതെങ്ങനെയാണെന്ന് ഇവര് പ്രാക്ടിക്കൽ ഒന്നും അറിയാത്ത ആ ഒരു കാര്യങ്ങൾ ഇന്ന് സാറ് പറഞ്ഞ മാതിരി ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക്. അതെ, അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അത് വളരെ രീതിയിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മക്കാണ് ഇതിൽ കൂടുതൽ റോള്. അച്ഛൻ വീട്ടിലധികം സമയം ഉണ്ടാവാത്തൊരു അവസ്ഥ. ഇപ്പോൾ അമ്മയും വർക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ബോത്ത് പാരൻസ് വർക്കിംഗ് ആണെങ്കിലും കൂടിയിട്ട് കുറച്ച് സമയമൊക്കെ കുട്ടികളുമായി സ്പെൻഡ് ചെയ്തിട്ട് അത് ഒരാളതിപ്പോൾ അച്ഛൻ്റെ ഗ്യാപ്പ് അമ്മക്ക് വേണമെങ്കിൽ നികത്താൻ ഒരു പരിധി വരെ, മനസ്സിലായില്ല. കാരണം അച്ഛൻ അവിടെ എല്ലാ സ്ഥലത്തില്ല, ചിലപ്പോൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഗൾഫിലും മറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അമ്മക്ക് കുറേ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്തരം പ്രവണതകൾ, അങ്ങനെ ദുശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ പല എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അതിനൊരു പക്വത എത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുകയാണെങ്കിലാണ് നമുക്കതിൻ്റെ റിയൽ യൂസേജ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മീഡിയ ഈ ഇൻസ്ട്രുമെൻ്റൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ സാധനമായിരിക്കും. പക്ഷേ ഒരു മെച്യൂരിറ്റി എത്തിയിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു പക്വത നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ശരിയാവത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലതൊക്കെ രക്ഷപ്പെട്ടു പോകും, ചിലതൊക്കെ കൂടി ചാടും. അപ്പോൾ അത് നമ്മളെ വളരെയധികം ഡിപ്പെൻഡ്. അപ്പോൾ ഈ പോണോഗ്രാഫിയൊക്കെ ഗ്രാജുവലി പിന്നെ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഇത്തരം സെക്ഷൽ നോളജുകളൊക്കെ കുറച്ച് കിട്ടി തുടങ്ങുമ്പോൾ അതിലൊക്കെ എന്തൊക്കെ കഴമ്പുകളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് വീണ്ടും ഡിപ്പെൻഡൻ്റ് ആയി പോവുകയും അതിൻ്റെ ഒരു അഡിക്ഷൻ മാറി വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ലഹരികളൊക്കെ ഉള്ള പോലെ തന്നെ ഒരു അഡിക്ഷൻ എന്ന് വരും. ഈ ലഹരികളൊക്കെ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ലഹരികളായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഒന്നൊരു പ്ലസൻറ്റ് ടേസ്റ്റ് ഒന്നല്ല, മനസ്സിലായില്ല. ആ പ്ലസൻറ്റ് ടേസ്റ്റ് ഒന്നല്ലെങ്കിലും നമ്മളെ ടേസ്റ്റ് ബഡ്സ് പിന്നീട് ഇതിനോട് അഡ്ജസ്റ്റ് ആവുകയും അതിനെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. പിന്നെ അത് നമ്മളെ ബോഡിയിൽ ലയിച്ചിട്ട് അതിന് കിട്ടുന്ന ഒരു അനുഭൂതി പിന്നെ നമുക്കൊരു രസമാവുകയോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ തോന്നുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ അതിൻ്റെ ദുഃഖങ്ങൾ ഓവർകം ഒരു മുകളിലൊരു കവർ ഇടാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന രീതി പല ഇൻഡിവിജ്വൽസിന് വേരിയേഷൻസ് ഉണ്ട് ഈ സിംറ്റംസൊക്കെ. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ എനിക്കൊരു സൊല്യൂഷനായിട്ട് എൻ്റെ പ്രോബ്ലംസ് നിന്ന് മാറി നിൽക്കാൻ എനിക്കൊരു സൊല്യൂഷനായി ഞാൻ മാറുകയും അതിലേക്ക് ഡിപ്പെൻഡൻ്റായി മാറുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിലും ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കണം. ഡിപ്പെൻഡൻ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്ത് അതിലേക്ക് എത്തുന്നതാണ് ആ ഡിപ്പെൻഡൻസി. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഒന്നിനും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവരുത്, ഒരു കാര്യത്തിനും ഡിപ്പെൻഡൻ്റ് ആവരുത്. വൺസ് ഇൻ എ വൈൽ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ എൻകറേജ് ചെയ്യല്ല. എനിക്ക് ലൊക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലാതെ അതിൽ പിടിച്ചു നിർത്താനുള്ള മനക്കരുത്ത്, മെൻ്റൽ സ്ട്രെങ്ത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ലൈഫിൽ സക്സീഡ് ആവുള്ളൂ, സക്സസ് ആവുള്ളൂ. അതർവൈസ് നമ്മൾ ഫെയിലിയർ ആയി പോകും. കാരണം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നോളജ് അറിയാം. നമ്മൾ പറയാറുണ്ട് പല വേദികളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കൾച്ചർലെസ് ആയിട്ട് വളരെ സംസ്കാരശൂന്യമായിട്ട് തെറികളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വിചാരിക്കും നമുക്കിത് അറിയിട്ടൊന്നുമല്ല, നമ്മളിത് പ്രത്യേക ട്യൂഷൻ എടുത്ത് പഠിച്ചൊന്നുമില്ല, പറയേറ്റല്ല. പക്ഷെ നമ്മൾ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. എനിക്കിപ്പോൾ 2 തെറി നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ തിരിച്ച് പറയാൻ കഴിയറ്റല്ല. പക്ഷേ ഞാൻ അപ്പം തന്നെ ആലോചിക്കുകയാണ് എൻ്റെ പ്രൊഫഷനും എൻ്റെ ഡെസിഗ്നേഷനും എൻ്റെ ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്തിട്ടല്ലേ ഞാൻ മറുപടി പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ അത് സപ്രസ് ചെയ്ത് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കാരം നമ്മൾ വളർത്തിയിരിക്കണം. ആ ഡിപ്പെൻഡൻസി നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ പോണോഗ്രാഫി സ്ട്രിക്ട്ലി ഒരു ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അത് കുറച്ച് വലിപ്പത്തിലേക്ക് ആവുമ്പോൾ പിന്നെ അതിനനുസരിച്ച് തരംതിരിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള ആളുകളാണെന്ന് അവസരോചിതമായിട്ട് പെരുമാറാനും രീതി നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നു? നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ മെച്യൂരിറ്റി
നമ്മളത് പഠിക്കണം. എല്ലാ സ്ഥലത്തുനിന്നും ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കലല്ല ആവശ്യം. അത് അതിൻ്റെതായ വേദിയിൽ മാത്രം അത്തരം കാര്യങ്ങൾ അതിനാണ് നമ്മൾ കോമൺ സെൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സംസ്കാരം വളർത്തിയെടുത്ത ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളെ മെച്യൂരിറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനുണ്ട്. ഇതൊക്കെ സമൂഹത്തിലുള്ള കാര്യങ്ങളാണ്. ഈ മസാലകളൊക്കെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവും. പക്ഷേ എനിക്ക് വേർതിരിച്ച് അവസരോചിതമായി ഉപയോഗിക്കാൻ സാധിക്കണം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ റിയൽ. അപ്പോൾ കുട്ടികളുടെ മുന്നിൽ നിന്ന് അപ്പോൾ പാരൻസ് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് അമ്മ ആണെങ്കിൽ സ്വന്തം ഫ്രീ ആയി കിട്ടുന്ന നല്ല സമയത്ത് ചില കാര്യങ്ങൾ അതൊക്കെ ചീത്ത സ്വഭാവമാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് അമ്മ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് കുറച്ചെങ്കിലും കഴിയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവാനും. പിന്നെ ഇത്ര ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ ഇൻഡിവിജ്വലായിട്ട് റൂമിലോ മറ്റേതോ ഉപയോഗിക്കുന്നത് തടയണം. എസ്പെഷ്യലി ഈ ലാപ്ടോപ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊച്ചുങ്ങൾ അഡോളസൻസ് ഏജിന് മുമ്പിൽ. അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു അധ്യാപിക ആയതുകൊണ്ട് നമുക്ക് ഇത് കഴിഞ്ഞ് ഈ കുട്ടികൾ ഈ വീട്ടിൽ നിന്ന് ഈ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്കാണല്ലോ വരുന്നത്. ശരിക്കും നമുക്ക് അവരുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്ലാസ് മുറിയിൽ കുട്ടികളെ സംസാരം, പറഞ്ഞ മാതിരി കുട്ടികളുടെ ഒരു നോട്ടം, ക്ലാസ്സിലുള്ള ഇരുത്തം, പിന്നെ ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവന് എന്തോ ഒരു, അങ്ങനെയാണല്ലോ നമ്മളിത് ഐഡന്റിഫൈ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇത്രയും ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കേണ്ട അവസ്ഥ വരുമ്പോൾ തന്നെ നമ്മളൊരു ഓപ്പൺ സ്പേസിലായിരിക്കണം ഇത് വെക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രൈവസി കൂടുതൽ കൊടുക്കരുത്. എത്ര പണമുള്ള ആളുകളാണെങ്കിലും അത്ര സ്വാതന്ത്ര്യം കൊടുക്കരുത്. അതുപോലെ ഈ ഒറ്റയ്ക്ക് കിടക്കുന്നത്, റൂം അടക്കം ഒറ്റയ്ക്ക് കിടക്കുന്നതടക്കം എത്ര വലിയ വീടാണെങ്കിലും അത് ചെയ്യരുത്. അതിൻ്റെ നെഗറ്റീവ്സ് ഞാനൊക്കെ ഒത്തിരി കാണുന്നുണ്ട് ഡേ ടു ഡേ. അപ്പോൾ അത് അങ്ങനെയുള്ള സംവിധാനം ഒഴിവാക്കണം. നമ്മൾ ഒരുമിച്ച് ഇൻ സെൻസ് അപ്പുറത്തെ റൂമിലോ ഇപ്പുറത്തെ റൂമിൽ നമ്മളെ നോട്ടം കിട്ടുന്ന സ്ഥലത്ത് ആയിരിക്കണം അവരുടെയൊക്കെ ഇത്. അല്ലാതെ ഭയങ്കര പ്രൈവസി കൊടുത്തു കഴിഞ്ഞാൽ അത് പലരും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. എസ്പെഷ്യലി ഇത്ര ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ കയ്യിലുള്ളിടത്തോളം കാലം ഏത് റീച്ചിലേക്ക് എത്താൻ വരുന്ന ഒരു കാലമാണ്. അതിനനുസരിച്ചിട്ടുള്ള ആളുകളും ഉണ്ട്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് മിസ്യൂസ് ചെയ്തപ്പെട്ട് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും അപകടത്തിലെത്തുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ റിയലൈസ് ചെയ്യണത് ഇതിൻ്റെ ലെവൽ ഇതുവരെ എത്തിയത്. അപ്പോൾ പശ്ചാത്തപിക്കുന്നൊരവസ്ഥയാണ് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും വളരെയധികം പ്രൊട്ടക്ഷനും കാര്യങ്ങളും അതിൻ്റെ ബിഗിനിങ് തന്നെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർച്ചയായും സാറ് മറുപടി നൽകുന്നതായിരിക്കും.